വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവചനത്തെ അറിയിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീന നിമിത്തം ജഡത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടിയിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അവനെ ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. അപ്പം മൽക്കിസേദക്ക് എന്ന് പറഞ്ഞൊരു മഹാപുരോഹിതനായിരുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവികാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടു കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാപ്രദനായി തീർന്നു. അപ്പോൾ ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം ആദ്യ ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇനി സങ്കീർത്തനത്തിലേക്ക് പോയാൽ 18-ാം സങ്കീർത്തനം എല്ലാം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്. ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥനയും ദാവീദിൻ്റെ ഓരോരോ കാര്യങ്ങൾ കർത്താവിനോട് അപേക്ഷിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇതും അതായത് എൻ്റെ ബലമായ യഹോവ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 18-ാം സങ്കീർത്തനത്തിൽ അപ്പോൾ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയെ കൊമ്പും എൻ്റെ ഗോപുരവും. അപ്പം എത്ര കാര്യങ്ങളുണ്ടോ. ഒന്ന് ശൈലമാണ്, കോട്ടയാണ്, രക്ഷകനാണ്, ദൈവമാണ്, ശരണമാക്കുന്ന പാറയാണ്, പരിചയമാണ്, കൊമ്പാണ്, അതായത് രക്ഷയായ കൊമ്പാണ്, ഗോപുരമാണ്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. അപ്പം നമുക്കൊക്കെയും പറയാൻ സാധിക്കും, സുത്യനായ യഹോവയെ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും. എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റും. മരണകരമായ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ അതിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. നമുക്കൊരു ഉത്കണ്ഠകളൊക്കെ ഉണ്ടാകാം. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. മരണകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൂടി ഇങ്ങനെയോ ഞാനിപ്പം മരിക്കും, അല്ലെങ്കിൽ എത്ര നാൾ ജീവിക്കും, എങ്ങനെയായിത്തീരും എന്നൊക്കെയുള്ളൊരു ഉത്കണ്ഠകൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. എൻ്റെ കഷ്ടതയും ഞാൻ യഹോവയോട് നിലവിളിച്ചു. അപ്പം ഇതൊക്കെ നമ്മുടെ ആ പ്രയാസങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് അപേക്ഷ കേട്ടിട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. കണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവിയിലെത്തുകയാണ് ചെയ്യുന്നത്. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കാൽ അവ കുലുങ്ങിപ്പോയി. ദൈവത്തിൻ്റെ കോപം ഭൂമി കുലുങ്ങും. അതാണ് പറയുന്നത്. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെടുവിപ്പിച്ചു. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി. ആകാശത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആകാശം ചായ്ച്ച് ഇറങ്ങി. കൂരിരുൾ അവൻ്റെ കാൽ കീഴെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂരിരുട്ട് ഇരുട്ട് എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ് കൂരിരുട്ട്. അതാണ് അന്ധകാരം. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിൻ്റെ ചെറുന്മേലിരുന്ന് പറപ്പിച്ചു. കെരൂബുകൾ അവന് കോട്ടയായിട്ട്, കർത്താവിന് കോട്ടയായിട്ട് എപ്പോഴും കെരൂബുകൾ. അതാണ്. അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതാമസിന് ആകാശമേഘങ്ങൾ തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവൻ്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴം തീക്കനലും അവൻ്റെ മേഘങ്ങൾ കൂടി പൊഴിഞ്ഞു. ആലിപ്പഴമൊക്കെ പൊഴിഞ്ഞു വീഴുന്ന നല്ല രസമാണ് കാണാനായിട്ടല്ലേ. മുകളിൽ നിന്ന് വീഴുന്ന അത് അവൻ്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴം. അപ്പോൾ ആ പ്രകാശത്താലാണെന്നാണ് പറയുന്നത്. യഹോവ ആകാശത്തിൽ ഇടി മുഴക്കി. ഒരു ചെറിയൊരു ഇടി ഒഴുങ്ങി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രയാസം. അത് ഈ ലോകത്തിലെ പ്രകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുമ്പോൾ ഇടിമുഴക്കാം. അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴം തീക്കനം പൊഴിഞ്ഞു.
അവൻ അസ്ത്രം ചെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവ നിന്റെ ഫലസനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു. ഉയരത്തിൽ നിന്നെ കൈനീട്ടി വിട്ടുവെച്ച ദൈവം അടിസ്ഥാനങ്ങളെ ഇളകട്ടെ, ഭൂമി കൊലകട്ടെ, കൂരിരുട്ടുണ്ടാകട്ടെ, അന്ധകാരശക്തി ഉണ്ടാകട്ടെ, ഇടിമുഴക്കങ്ങൾ ഉണ്ടാകട്ടെ. എന്നാൽ ഈ വീണ്ടെല്ലാം വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഈ ദൈവത്തിന് മുമ്പേ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം കാവലായ കോട്ടായി നമ്മുടെ കൂടെ ഇരിക്കും, രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു.